guys, welcome back to my channel Zeri Vlogs. നമ്മൾ ഇന്ന് ഒമാനിലെ മാൾ ഓഫ് മസ്കറ്റിലെ ഒമാൻ അക്വേറിയം കംപ്ലീറ്റ് ആയിട്ടൊന്ന് ടൂർ അടിക്കാൻ പോകണം. സോ അതിൻ്റെ വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. കേരവാട വരൻ്റെ കുറച്ച് ഫോട്ടോസ് എടുത്തായിരുന്നു. പിന്നെ ഇവിടെ ഞാൻ 2-3 ആനിമൽസിനെ കണ്ടു. ഈ തുള്ളിക്കളിക്കുന്ന സ്ഥലത്തിൻ്റെ പേരെന്താണെന്ന് പറയുന്നത് എനിക്ക് കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഞാൻ കയറിയ ദിവസം ഇവിടുത്തെ ഫീ എന്ന് പറയുന്നത് ചിൽഡ്രനിന് 6.5 റിയാലും അഡൽട്ട്സിന് 8.5 റിയാലായിരുന്നു അന്ന് വന്നത്. അത് എന്തോ സിൽവർ പാക്കേജ് എന്ന് പറഞ്ഞിട്ടുള്ള സംഭവമായിരുന്നു. ഞാൻ ഈദിൻ്റെ സെക്കൻഡ് ഡേ ആണ് ഇവിടെ കയറിയത്. അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇവിടെ വന്നപ്പോൾ ഇവിടെ രാമൻ എനിക്ക് കുറേ ക്യൂട്ടായിട്ടുള്ള പോസസ് ഇട്ട് തന്നു. എൻ്റെ ക്യാമറേൻ്റെ മുന്നിൽ നിന്ന് മാറുന്നില്ല. അപ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കിയപ്പോൾ അവിടെ അതേ സ്റ്റാർ ഫിഷ്. ഞാൻ സ്റ്റാർ ഫിഷിനെ ഫസ്റ്റ് ടൈം ആട്ടോ കാണുന്നത്. നിങ്ങൾ ആരെങ്കിലും ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിന്ന് കമൻറ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ മീഡിയം സൈസ്ഡ് ആയിട്ടുള്ള അക്വേറിയംസും പിന്നെ സ്മോൾ സൈസ്ഡ് ആയിട്ടുള്ള അക്വേറിയംസും ഒക്കെയാണ് കൂടുതലുള്ളത് ഈ ഒരു ഫസ്റ്റ് ഫ്ലോറിൽ. വലിയ വലിയ അക്വേറിയംസ് ഒക്കെ താഴത്തെ ഫ്ലോറിലാണ് വരുന്നത്. അപ്പോൾ ഇപ്പുറത്തെ സൈഡിലോട്ട് തിരിഞ്ഞു നോക്കിയപ്പം അവിടെ ഒരു ഷിപ്പിൻ്റെ പോർഷനുള്ളിൽ ഒരു അക്വേറിയം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ അക്വേറിയത്തിലേക്ക് നമുക്ക് 3 സൈഡിൽ നിന്ന് വ്യൂ ഉണ്ട്. പക്ഷെ ആ ഷിപ്പിൻ്റെ ഉള്ളിൽ കയറിയിട്ട് അക്വേറിയം കാണാൻ ശരിക്കും നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ മേലത്തെ ഫ്ലോറിലെ അക്വേറിയംസ് ഒക്കെ എക്സ്പ്ലോർ ചെയ്തിട്ട് ഇനി നമ്മൾ താഴത്തെ ഫ്ലോറിൽ വലിയ അക്വേറിയം എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോവാണ്. പോകുന്ന വഴിക്കാണ് ഞാനൊരു ഗ്രീൻ കളർ അക്വേറിയം കണ്ടത്. പിന്നെ ശരിക്കും ഇവിടെ നിന്നിട്ട് സമയം പോകുന്നതേ അറിയില്ല. ലൈക്ക് ഇവിടെ നിന്ന് പോവാനേ തോന്നില്ല. കാരണം എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞാലും വീണ്ടും ഒന്നും കൂടി ഒന്ന് എക്സ്പ്ലോർ ചെയ്താലോ എന്നുള്ളൊരു തോട്ട് വരും. അപ്പോൾ ഗൈസ് ഇതാണ് ഇവിടുത്തെ വലിയ അക്വേറിയം എന്ന് പറയുന്നത്. സോ ഇത് മേലെ നിന്നിട്ടുള്ള വ്യൂ ആണ്. ഇതിൻ്റെ താഴെ നിന്നിട്ടുള്ള ഒരു അടിപൊളി വ്യൂ ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരാം. അക്വേറിയത്തിൻ്റെ ആ വലിയ ഫ്രെയിമിന് മുന്നിലായിട്ട് ഒരു സോഫ വരുന്നത് കൊണ്ട് തന്നെ അക്വേറിയത്തിൻ്റെ ആ വ്യൂ നമുക്ക് എത്ര നേരം വേണമെങ്കിലും ഇരുന്ന് ആസ്വദിക്കാൻ പറ്റും. പിന്നെ അതൊക്കെ എക്സ്പ്ലോർ ചെയ്ത് നമ്മൾ പോകുമ്പോൾ നമ്മൾ നടക്കുന്ന പാത്തിൻ്റെ മേലെയായിട്ട് ഒരു കേർവ് പോലെ ഒരു അക്വേറിയം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു അക്വേറിയത്തിൽ മീനുകൾ ഇങ്ങനെ കൂടി നിൽക്കുന്നതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. ആ പാത്തിലൂടെ നടക്കുമ്പോൾ ശരിക്കും ഭയങ്കര ഒരു ഡിഫറെൻറ്റ് ഫീൽ തന്നെ ഉണ്ടായിരുന്നു. ഇങ്ങോട്ട് തിരിഞ്ഞപ്പോൾ ഇവിടെ നല്ല ഗോൾഡൻ ഫിഷസ് ഉണ്ടായിരുന്നു. നമ്മൾ കയറി വന്ന പാടെ കുറേ ഓപ്പൺ അക്വേറിയംസ് കണ്ടില്ലേ, അതാണ് ഇവിടെ ഉള്ളത്. സോ ഗൈസ് ഇതാണ് ആഫ്രിക്കൻ പെൻഗ്വിൻസ്. ഇത് ആഫ്രിക്കയിൽ മാത്രം കാണപ്പെടുന്ന ഒരു തരം പെൻഗ്വിൻസ് ആണ്. ഈ പെൻഗ്വിൻസ് എൻഡേഞ്ചേർഡ് സ്പീഷീസിൽ പെട്ടതാണെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് കറക്റ്റായിട്ട് അറിഞ്ഞുകൂടാ. പെൻഗ്വിൻ ലവേഴ്സ് ഉണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ മുന്നോട്ട് നടന്നു പോയപ്പോഴാണ് സീലിങ്ങിൻ്റെ മേലെ അക്വേറിയം കണ്ടത്. ശരിക്കും അതൊരു വെറൈറ്റി ആയിരുന്നു. കാരണം നമ്മൾ നോർമലി അക്വേറിയംസ് വാൾസിലാണ് കാണാറ്. ഇതിപ്പം സീലിങ്ങിൻ്റെ മേലെയുള്ള അക്വേറിയം വന്നിട്ട് നല്ല രസമുണ്ടായിരുന്നു അത് കാണാൻ വേണ്ടിയിട്ട്. നമ്മളിനി കാണാൻ പോകുന്നത് കംപ്ലീറ്റ്ലി ഡാർക്ക് ആയിട്ടുള്ളൊരു സ്പോട്ടാണ്. അവിടെ നമുക്ക് അക്വേറിയംസ് മാത്രമേ കാണാൻ പറ്റുള്ളൂ. ബിക്കോസ് അവിടുത്തെ വാൾസ് ഒക്കെ കംപ്ലീറ്റ്ലി ബ്ലാക്ക് ആയിട്ടാണുള്ളത്. എനിക്ക് തോന്നുന്നു ഇവിടുത്തെ വാൾസ് ബ്ലാക്ക് ആക്കിയത് ആ അക്വേറിയത്തിനൊന്ന് എടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ ആകെ കാണുന്നത് ആ ഒരു അക്വേറിയം, അതിനുള്ള ആ ഒരു മീനിനെ മാത്രമാണ്.
പിന്നെ അതെ ഈ മീനിൻ്റെ പേര് അറിയുകയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണേ. നമ്മുടെ ഈ ഒരു ഏരിയ കഴിഞ്ഞാൽ വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എൻ്റർ ചെയ്യുന്ന ടൈമിൽ കുറച്ച് ഫോട്ടോസ് എടുത്തായിരുന്നു. ആ ഫോട്ടോസ് കളക്ട് ചെയ്യേണ്ട ഒരു കൗണ്ടറാണ്. എനിക്ക് ഇതുവരെ കണ്ട അക്വേറിയംസിൽ വെച്ച് നോക്കുമ്പോൾ ഇതാണ് കുറച്ചും കൂടി ക്യൂട്ടായിട്ട് ഫീൽ ചെയ്തൊരു അക്വേറിയം. ഫോട്ടോസ് കളക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനായിട്ട് സെപ്പറേറ്റ് ഫീ പേ ചെയ്യണം. പക്ഷെ അത് കളക്ട് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. എന്നാലും പല ഫ്രെയിംസിലായിട്ട് നല്ല ക്യൂട്ട് ഫോട്ടോസൊക്കെ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഗൈസ്, ഇനി കാണാൻ പോകുന്ന വ്യൂ കണ്ടാൽ നിങ്ങളെല്ലാവരും ഞെട്ടും. ഇതാണ് നമ്മൾ നേരത്തെ കണ്ട ആ ഒരു വലിയ അക്വേറിയത്തിൻ്റെ ഒരു വൈഡായിട്ടുള്ള വ്യൂ. മേലയിൽ മാളുടെ പുറത്ത് നിന്ന് ആളുകൾ ഈ അക്വേറിയത്തിലേക്ക് നോക്കുന്നതാണ് നമ്മളിപ്പോൾ കണ്ടത്. പുറത്ത് നിന്ന് കാണുമ്പം ഇതിനുള്ളിൽ ഇത്രയും അടിപൊളിയാണെന്ന് ഞാൻ വിചാരിച്ചില്ല. ശരിക്കും എനിക്ക് ഇവിടെ നിന്ന് പോകാനേ തോന്നുന്നില്ല, കാരണം അത്രയ്ക്ക് നല്ല വ്യൂ ആണ്. ഇതിന് മുന്നിൽ ഒരു സോഫ ഉണ്ട്. സോ നമുക്ക് അവിടെ ഇരുന്ന് ഈ വ്യൂ നല്ല രീതിയിൽ ആസ്വദിക്കാൻ പറ്റും. വിസിറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ എന്തായാലും വിസിറ്റ് ചെയ്യുക. സോ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.